ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മജ്ജൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ എന്നല്ല കേട്ടോ, ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവിൻ്റെയൊക്കെ ആ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറേ ചീത്ത അടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടി അടിച്ചത്. ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നു പാർക്ക് അടിച്ചത്. പറ. എൻ്റെ വയറെന്നും പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ ഈ ഒരു ക്ലിപ്പ് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ടൊന്ന് ഷോക്കായിപ്പോയി. അതുപോലെ തന്നെ ഒരുപാട് വിഷമവും ദേഷ്യവും വന്നു എനിക്കിത് കണ്ടപ്പോൾ, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. കാരണം എന്താണെന്നറിയോ, 9 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇതുപോലെ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. 9 മാസമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാറായി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു 5 ദിവസമൊക്കെ ആയപ്പോൾ ആ കുട്ടി പ്രസവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ആ ഒരു ഡേറ്റ് എടുത്തിരിക്കുന്ന ആ ഒരു സമയത്താണ് ആ കുട്ടിക്ക് അത്രയധികം പീഡനം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നല്ല, ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അനിയൻ്റെയും കയ്യിൽ നിന്നാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? അപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ ഇവരുടെ ചാനൽ ആദ്യമേ തന്നെ പറയാം. ഇവരുടെ ചാനൽ ആദ്യം ഞാൻ കണ്ടു തുടങ്ങിയ സമയത്ത് ഈ ചാനൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇതുപോലത്തെ അച്ഛനെയും ഇതുപോലത്തെ അമ്മേനെയും ഇതുപോലത്തെ ഒരു അനിയനെയും കിട്ടിയാൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ സ്വർഗം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നത്. കാരണം ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഫാമിലി അതായിരുന്നു കേട്ടോ ഇവരുടെ വീഡിയോ. മുന്നത്തെ എല്ലാ വീഡിയോസിലും അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരുപാട് പേരുണ്ടാവും ഇല്ലേ, അവരുടെ നല്ല നല്ല മൊമെൻറ്റുകൾ കണ്ടിട്ട് നമ്മൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊക്കെ ഫേക്കായിരുന്നു എന്ന് ഈ ഒരൊറ്റൊരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് കൊച്ചുവിൻ്റെ കാര്യമാണ്. കൊച്ചുവിൻ്റെ അഭിനയവും എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും കൊച്ചിനോട് പെട്ടെന്ന് നമുക്കൊരു ഇഷ്ടം തോന്നും, ഒരു നല്ലൊരു സഹോദരനാണെന്ന് തോന്നും. പക്ഷെ കൊച്ചു ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ഇങ്ങനെ ഒന്നും കൊച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒരു മകളുടെ അടുത്ത്, മരുമകളായിട്ടല്ല സാധാരണ എല്ലാ അച്ഛനമ്മമാരും മരുമകളെ കാണേണ്ടത്, സ്വന്തം മകളെ പോലെ ആയിരിക്കണം കാണേണ്ടത്. ആ ഒരു കുട്ടീനോടാണ് അവർ ഇത്രയ്ക്കും ക്രൂരത കാണിച്ചത്. സത്യം പറയാലോ, അവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് പറയുന്നത്, ഇങ്ങനെ ഒന്നും ഒരു മോളുടെ അടുത്തും ചെയ്യാൻ പാടില്ല. കാരണം അവരും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നല്ല സന്തോഷത്തോടെ ജീവിച്ചിട്ടാണ് നിങ്ങളുടെ മകൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയും അവരെന്ത് പ്രതീക്ഷിക്കും? നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരാം. അവിടെ വന്നിട്ട് അവളെ ഇതുപോലെ അടിമയെ പോലെ ഇങ്ങനെ തല്ലുമ്പോൾ ആ ഒരു വേദന അത് അനുഭവിച്ച പെണ്ണുങ്ങൾക്ക് മാത്രമേ അത് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇത്രയും അവശ നിലയിൽ അവൾ താഴെ വീണിട്ട് പോലും അവളെ എടുത്തു പൊക്കിയില്ല എന്നാണ് മുന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം താഴെ വീണ് കിടക്കുമ്പോൾ വയറുള്ള പെണ്ണാണ്, അവള് പ്രസവിക്കാറായിരിക്കണ ആ ഒരു സ്റ്റേജിലാണ് ആ വീഴുന്നത്. ആ വീഴുമ്പോ അവിടെ നോക്കി നിന്ന അമ്മ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ, സത്യം പറഞ്ഞ ആ ചേച്ചീനൊക്കെ എന്താ വിളിക്കണ്ടേന്ന് അറിയാം. ഞാൻ പിന്നെ ഒന്നും പറയാനിട്ടാ. ആ വീണ് കിടക്കുമ്പോൾ ഒന്ന് പിടിച്ച് എണീപ്പിക്കണ്ടേ, മോളെ നിനക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണോ എന്നൊക്കെ ചോദിക്കണ്ടേ? ആ ഒരു മര്യാദ പോലും കാണിക്കാതെ മൃദുലേനെയും അതുപോലെ തന്നെ പ്രവീണിനെയൊക്കെ അവര് അങ്ങോട്ട് ഇട്ട് അടിക്കാണ്. ആ കയ്യുമത്തെ പാട്, അതുപോലത്തെ ചുണ്ടിന്റെ പാട്, ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യോ? സ്വന്തം മക്കളുടെ അടുത്ത് അച്ഛനമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? മക്കളെല്ലാവരും ഞാനൊക്കെ അങ്ങനെ
നമ്മുടെ അവർക്ക് പല കുറവുണ്ടാവും. ഒരാൾക്ക് ഉള്ള കഴിവ് മക്കൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാൽ പോലും ഒരു മക്കളുടെ അടുത്തും ഇങ്ങനെ വേർതിരിവ് കാണിക്കാനായിട്ട് പാടില്ല. മക്കളുടെ അടുത്ത് മാത്രമല്ല, മരുമക്കളുടെ അടുത്തും അത്തരത്തിലുള്ള വേർതിരിവുകൾ കാണിക്കാനായിട്ട് പാടില്ല. എല്ലാവരും ഒരേപോലെ തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റണം. അതായിരിക്കണം നല്ലൊരു അച്ഛനും അമ്മ എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് തിന്നാനും ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ല ചെയ്യണ്ടേ. നന്നായിട്ട് സ്നേഹിക്കുക, മക്കളെ നന്നായിട്ട് സ്നേഹിക്കുക. അതാണ് ഒരു മക്കൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അവർ ആഗ്രഹിക്കുന്നതും. ഇവരും അത് തന്നെയാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. ഇത്രയ്ക്കും ഇവരെ ഉപദ്രവിച്ചിട്ട് പോലും ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഒന്നും കൊച്ചുവിനെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഒരു വാക്ക് പോലും അവർ മോശമായിട്ട് സംസാരിച്ചില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ കൊച്ചിനോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സാധാരണ അവരോട് അത്ര സ്നേഹമില്ലാത്ത ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിന് മുന്നേ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. അവരെന്താണ് പറഞ്ഞത്? തൻ്റെ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്ത് അഡ്രസ്സ് വെക്കും അതിനെക്കുറിച്ചിട്ടാണ് അവരൊരു വീഡിയോ ഇട്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു വിഷമം, അതുപോലെ തന്നെ ഏത് അഡ്രസ്സ് വെക്കും, ആ ഒരു ഇത് സത്യത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അഡ്രസ്സ് വെക്കേണ്ടത് അച്ഛൻ്റെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് അവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കൊച്ചൊക്കെ ആ സമയത്ത് അവിടുത്തെ അച്ഛനും അമ്മയും കൊച്ചൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിചാരിച്ചു, ഈ മൃദുലയൊക്കെ ഇതിന് മാത്രം എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്? എന്തിനാണ് ആ പാവങ്ങളെ ഇങ്ങനെ കരയിപ്പിച്ച്? അച്ഛനൊക്കെ കരയണ കണ്ടപ്പോണ്ടല്ലോ ഓസ്കാർ അവാർഡ് കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും. സത്യം പറഞ്ഞാൽ അതന്നെ കൊടുക്കണ്ടേ. അവരുടെ കരച്ചില കണ്ടപ്പോൾ സത്യമായിട്ട് ഞാനും വിചാരിച്ചു മൃദുലയുടെ ഒക്കെ ഭാഗത്തായിരിക്കും തെറ്റ്. അതുകൊണ്ടായിരിക്കും ഇത്രയും പാവമായിട്ടുള്ള അച്ഛനും അമ്മേനെയും ഒക്കെ എന്തിനാണ് ഈ മൃദുലയൊക്കെ ഇങ്ങനെ കരയിപ്പിച്ചതെന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ കൊച്ചു പറയണത് തന്നെ കേൾക്കണം. അവൻ എൻ്റെ ചേട്ടനാണ്, അവൻ എന്ത് ചെയ്താലും എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അവൻ എൻ്റെ ചേട്ടനാണ്, ഞാൻ അവൻ്റെ അനിയനാണ്, അവൻ്റെ അമ്മയും അച്ഛനാണ്, ഇത് അവൻ്റെ വീടാണ്, അവൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അവനോട് ആരും ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മൃദുലയുടെ അടുത്തൊക്കെ എനിക്ക് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ അവർ പറയണമെന്നുണ്ടെങ്കിൽ മൃദുലയൊക്കെ എന്തായിരിക്കും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു ഇതിൽ എനിക്ക് അവരുടെ അടുത്ത് കുറച്ച് വിഷമവും ദേഷ്യമൊക്കെ തോന്നിയായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കായി പോവാന്ന് അറിയില്ലേ, അത് തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർ ഇങ്ങനത്തെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചത് നന്നായി എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോ ഇന്ന് ഇട്ടത് കൊണ്ട് മാത്രമാണ് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പറ്റിയത്. സത്യം പറഞ്ഞാൽ ഇതിന് എതിരെ കേസ് തന്നെ എടുക്കണം. സ്വമേധയാൽ പോലീസിന് കേസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേസ് എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പെണ്ണിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഒരു മകൻ്റെ അടുത്തും ഇതുപോലത്തെ ചെറ്റത്തരം ചെയ്യാനായിട്ട് പാടില്ല. അത് കേസ് എടുക്കുമ്പോഴാണ് എന്താവുള്ളൂ, ഇനി ഇതുപോലെ വേറെ വീടുകളിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുള്ളൂ. അച്ഛനോടും അമ്മനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ആ തെറ്റിനെ നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് ക്ഷമിക്കായിരിക്കും. കാരണം അത് ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇത്രയും നിങ്ങൾ അവർ ചെയ്തിട്ടും, നിങ്ങൾ ഇത്രയും ക്രൂരത അവരുടെ അടുത്ത് കാണിച്ചിട്ടും അവർ ഇതുവരെ മറ്റു ആരുടെ അടുത്തോ, അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ശരിക്കും പൂവിട്ട് പൂജിച്ച് നിങ്ങൾ സ്നേഹിക്കേണ്ടത് മൃദുലേനെ തന്നെയാണ്. ഇതുപോലത്തെ ഒരു നല്ല മരുമകളെ നിങ്ങൾക്ക് കിട്ടി, അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ റിയാക്ഷൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യുക, എന്താണ് പറയുക, അങ്ങനെയൊക്കെ ചെയ്യാൻ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും പറയണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ.